ഇത്ര പെട്ടെന്ന് ഒരു അനുസ്മരണം നടത്തേണ്ടി വരും ശ്രീനിയേട്ടന് എന്ന് ഒരിക്കലും സാറ് പറഞ്ഞതുപോലെ ആരും തന്നെ കരുതിയിട്ടുണ്ടായില്ല. ഞാൻ അദ്ദേഹവുമായി അടുക്കുന്നത് 97-ൽ വക്കീൽ ജീവിതം തുടങ്ങി ഗൾഫിലേക്ക് വന്ന് ആദ്യത്തെ യാത്ര നാട്ടിൽ നടത്തിയപ്പോഴാണ് ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത്. അതൊരു ട്രെയിനിൽ വെച്ചാണ്. അങ്ങനെ പരിചയപ്പെട്ടു. ഗൾഫിലാണ് എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് നാട്ടിൽ പോയത് അന്നത്തെ ഒരു പ്രമാദമായ ഒരു അബുദാബിയിലെ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലായിരുന്നു. ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. നാട്ടിൽ അവിടെ അഭിഭാഷകർക്കൊക്കെ സ്കോപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി തന്നെ അദ്ദേഹം ചോദിച്ചറിഞ്ഞ് സംസാരിച്ച് ഞങ്ങൾ കണ്ണൂരിലെത്തി. അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ രാജഗോപാൽ ഞാനുമായി നല്ല ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു ഹോട്ടൽ തുടങ്ങുകയും അതിൻ്റെ ഉദ്ഘാടനത്തിനായി അദ്ദേഹം ദുബായിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ കണ്ണൂർ ജില്ലയുടെ വെയ്ക്ക് എന്ന സംഘടന ഞാൻ തന്നെ രൂപീകരിച്ച അല്ലെങ്കിൽ ഞാൻ തന്നെ മുൻകൈയെടുത്ത് കണ്ണൂർ ജില്ലക്കാർക്ക് വേണ്ടി കൊണ്ടുവന്നൊരു സംഘടനയാണ്. അതിൻ്റെ കൾച്ചറൽ ഫോറം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനെ ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അന്ന് ഈറ്റൻ റിംഗ് ഓഡിറ്റോറിയത്തിലേക്ക് ഞങ്ങളുടെ ജനറൽ ബോഡിക്ക് ശേഷം ആദ്യത്തെ കൾച്ചറൽ ഫോറം ഇവൻ്റ് ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അങ്ങനെ അവിടത്തേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ഒരു താരമെന്നുള്ള നിലയിലോ അല്ലെങ്കിൽ പ്രശസ്തനാണെന്നുള്ള രീതിയിലോ അല്ല. സാധാരണ രീതിയിൽ നമ്മളൊരു കുടുംബത്തിലെത്തിയാലല്ലോ നാട്ടിലെത്തിയാലോ എടാ നീ ഇവിടെയാണോ എന്നൊക്കെ ചോദിച്ച് പണ്ട് കോളേജിൽ ഒന്നിച്ചുണ്ടായ ആസാദുക്ക എന്ന് പറയുന്ന ആളെയും അതുപോലെ തന്നെ കൂത്തുപറമ്പ് മേഖലയിലുള്ള ആളുകളൊക്കെ കാണുമ്പോൾ എല്ലാ താരജാടകളും മറന്നുകൊണ്ടുള്ള ഒരു മനുഷ്യനെയാണ്, ഒരു പച്ചയായ മനുഷ്യനെയാണ് അവിടെ കണ്ടത്. ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ആ വഴിയിലൊന്നും പോകുന്നില്ല. അതിനുശേഷം പത്തേമാരി എന്ന ഞാനും സുധീഷുമൊക്കെ നിർമ്മാണ പങ്കാളിത്തമുള്ള ചിത്രത്തിലൂടെ ഇവിടെ വന്നപ്പോൾ കൂടുതൽ അടുക്കാൻ സാധിച്ചു. ആ ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. അത് നിറവേറ്റാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. ആ ഒരു ദുഃഖമാണ് എനിക്കുള്ളത്. കാരണം എൻ്റെ നാട് ബീച്ചിനോട് അടുത്താണ്. വളരെ നല്ല റിസോർട്ടുകളുണ്ട്. അവിടുത്തെ ഒരു റിസോർട്ട് അദ്ദേഹത്തിന് അറിയാം. അവിടെ എനിക്കൊരാഴ്ചക്കാലം വന്നിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിനുള്ള എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു തരാം. എനിക്കായി നിങ്ങളൊരു തിരക്കഥ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. എന്താ ചെയ്യാമല്ലോ, നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടും ആ പറഞ്ഞ ചാൾസൊക്കെ വന്ന് താമസിച്ച സ്ഥലമാണ്. ആ പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ ഓണറടുത്തൊക്കെ നല്ല ബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹവും എപ്പോൾ എന്നോട് ചോദിക്കും എപ്പോഴാണ് ശ്രീനിയേട്ടൻ വരുന്നത്. ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞ് പല പ്രാവശ്യവും അതിന് സാധിക്കാതെ പോയി. എനിക്ക് പ്രോമിസ് ചെയ്ത ആ ഒരു തിരക്കഥ കിട്ടാത്തതിൻ്റെ ദുഃഖത്തിൽ കൂടിയാണ് ഞാൻ ഉള്ളത് എന്ന് പറയുന്നു. മറ്റൊരു കാര്യം, കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് നിന്ന് ഇന്ന് കണ്ടനാടേക്ക് വരുമ്പോൾ ആ വരുന്ന യാത്രയിൽ ഇന്ന് ചിതാഭസ്മമായി അവിടെ മാറുമ്പോൾ മലയാളിക്ക് ഈ ജീവിതം കൊണ്ട് എന്തു കൊടുത്തു എന്ന് ചോദിച്ചാൽ സാധാരണക്കാരൻ്റെ വ്യതയും വേദനയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ സ്ക്രീനിലൂടെ അദ്ദേഹം കൊടുത്തു. ഒപ്പം തന്നെ 1000 വേദികളിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരി ഒരു സിനിമ കൊണ്ട് തൻ്റെ കാര്യങ്ങൾ പറയാൻ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു. സന്ദേശത്തിലെ സാറ് പറഞ്ഞതുപോലെ അതിൻ്റെ ശകലങ്ങൾ ഇന്ന് ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ കൂടെ തഗ്ഗായി അല്ലെങ്കിൽ അത് ട്രോളി വരുമ്പോൾ എത്രയോ കഴിഞ്ഞ 10-35 വർഷക്കാലമായി അത് ട്രോളുന്നു, അദ്ദേഹം അത് കാണുന്നു എന്നുള്ള രീതിയിലാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ മുഖം നോക്കാതെയുള്ള രീതിയിൽ വിമർശിക്കാനും ഒരു സമൂഹത്തിന് മാറ്റം ഉൾക്കൊള്ളാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അദ്ദേഹം. ഒരു സിനിമാക്കാരൻ മാത്രമല്ല, നല്ല ഒരു കൃഷിക്കാരൻ കൂടിയായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ഹരിതഭവനം എന്നുള്ള രീതിയിലുള്ള അവാർഡ് ലഭിച്ചത്, IGBCയുടെ പ്ലാറ്റിനം ഗ്രേഡിലുള്ള ഒരു വീട് ലഭിച്ചത്, അത് അത്തരത്തിലുള്ള ഒരു ഗ്രേഡിങ്ങിൽ ആദ്യത്തെ ഭവനം കേരളത്തിൽ ശ്രീനിയേട്ടൻ്റെതാണ് എന്ന് പറയുമ്പോൾ പച്ചപ്പിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് എന്നും കൃഷിയിടവും നല്ല സൂര്യകാന്തി പുഷ്പങ്ങളും കൊണ്ട് തൻ്റെ പ്രഭാതത്തിൽ ഉണരണം എന്നുള്ള രീതിയിലുള്ള ആഗ്രഹങ്ങൾ പ്രാവർത്തികമാക്കാൻ നോക്കിയ ഒരു മനുഷ്യനാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം സിനിമാക്കാരൻ മാത്രമല്ല, അദ്ദേഹം നമ്മുടെയൊക്കെ പ്രതീകമായി നമുക്ക് പറയാൻ സാധിക്കാത്തത് വെള്ളിത്തിരയിലൂടെ പറഞ്ഞ ഒരു മനുഷ്യനാണ്. അതാണ് സന്ദേശത്തിലും വരവേൽപ്പിലും നാടോടിക്കാറ്റിലും എല്ലാത്തിലും നമ്മൾ കണ്ടത്. അഴകിയ രാവണന്മാർക്കുള്ള മറുപടി കൊടുക്കുകയും ഒപ്പം തന്നെ ഉദയനാണെന്ന താരത്തിലൂടെ തൻ്റെ സഹപ്രവർത്തകരായ സൂപ്പർ സ്റ്റാറുകൾക്ക്
നല്ല രീതിയിൽ കുറേ ഉത്ബോധനമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അവർ ആരും തന്നെ അദ്ദേഹത്തിനെ മറ്റൊരു രീതിയിൽ കാണാതെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായിട്ടാണ് നമ്മുടെ സൂപ്പർ താരങ്ങളൊക്കെ അവിടെ വന്നു കണ്ടത്. അതാണ് ബന്ധം. മമ്മൂട്ടിക്ക് ആദ്യമായി വേതനം കൊടുത്ത ആൾ, മമ്മൂട്ടിയെ മേള എന്ന ചിത്രത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെന്ന് തുടങ്ങി മോഹൻലാലിനെയും പ്രിയദർശിനിയും ഒക്കെ തന്നെ മദ്രാസിൽ ആ കാലത്ത് സംരക്ഷിക്കാൻ ഒരു സുഹൃത്തായി നിന്ന ആളെന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സിബി മലയിൻ്റെയും സത്യൻ അന്തിക്കാടിൻ്റെയും ഒക്കെയുള്ള ആ കൂട്ടുകെട്ട് മലയാളത്തിൻ്റെ സുവർണ്ണ കാലഘട്ടമാണ്. ഏതായാലും നമുക്കിന്ന് ഇവിടെ സജിയെ ലഭിച്ചിട്ടുണ്ട്. ഇത് ചെറിയ സമയം കൊണ്ട് ഞാനും നാസർ ഊരകവും ഇന്നലെ ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് നമുക്ക് എവിടെയെങ്കിലും സംഘടിപ്പിക്കണമെന്ന് കേട്ടപ്പോൾ പ്രിയപ്പെട്ട ബിജുവും ചാൾസും പറഞ്ഞു അക്കാഫിൻ്റെ പേരിൽ തന്നെ അത് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് ചെറിയ സമയത്ത് കൊണ്ട് ഇത് സംഘടിപ്പിച്ചത്. ഈ വന്ന നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അനുസ്മരണത്തിൻ്റെ മറ്റ് വാക്കുകൾ കേൾക്കാൻ സജി സുരേന്ദ്രൻ സിനിമാ സംവിധായകനാണ്, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജോർജ് സാർ നമസ്കാരം. ശ്രീനിയേട്ടൻ്റെ ഒരു സിനിമയിൽ ശ്രീനിയേട്ടൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് വരെ ഈ ലോകത്ത് മറ്റൊരാളെ ഉള്ളൂ, അതാരെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് വളരെ അന്നൊരു സിനിമയിൽ ഒരു തമാശ പോലെ പറഞ്ഞത് ഇന്നത് ശരിക്കും നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യമായൊരു കാര്യമാണ്. കാരണം ശ്രീനിയേട്ടന് പകരം വയ്ക്കാൻ ആരുമില്ല. അത് ശ്രീനിയേട്ടൻ്റെ എഴുത്തിനായാലും ശ്രീനിയേട്ടൻ്റെ എന്നുള്ള അഭിനേതാവായാലും അല്ലെങ്കിൽ സംവിധായകനായാലും അതിന് ശ്രീനിയേട്ടൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ശ്രീനിയേട്ടൻ നമ്മളെ വിട്ടുപോയാലും ശ്രീനിയേട്ടൻ്റെ കഥാപാത്രങ്ങൾ, ശ്രീനിയേട്ടൻ്റെ സിനിമകൾ ഇതൊക്കെ നമ്മളിലൂടെ എല്ലാ കാലവും ജീവിക്കുമെന്നുള്ളത് തന്നെയാണ്. ഒരുപാട് സംവിധായകർക്ക് വേണ്ടിയിട്ടൊന്നും ശ്രീനിയേട്ടൻ എഴുതിയിട്ടില്ല. ഏറ്റവും കൂടുതൽ എഴുതിയേക്കുന്നത് സത്യേട്ടന് വേണ്ടിയിട്ടും പ്രിയൻ സാറിന് വേണ്ടിയിട്ടും അതുപോലെ കുറച്ചൊക്കെ കമൽ സാറിന് വേണ്ടിയിട്ടും. ഏതൊരു പുതിയ ഡയറക്ടർക്കും ഒരു ശ്രീനിയേട്ടൻ തിരക്കഥ എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ്. ഇപ്പോൾ സിബി മലയിൽ സാർ മുത്താരംകുന്ന് പിയോ യിൽ തുടങ്ങി നമ്മൾ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു. അതുപോലെ ജയരാജേട്ടൻ വിദ്യാരംഭം, റോഷൻ ആൻഡ്രൂസ് ഉദയനാണ് താരം, ലാലു ചേട്ടൻ ലാൽ ജോസ് മമ്മൂക്കനെ വെച്ച് ചെയ്ത സിനിമ. അപ്പം ഞാനും ടെലിവിഷനിലൂടെയാണ് ഇവിടെ വന്നത്. സാർ നേരത്തെ പറഞ്ഞ കണക്ക് ഫിലിം ക്രിട്ടിക്സിൽ സാറ് ഒരു രക്ഷാധികാരിയായിട്ടിരിക്കുമ്പോൾ ഞാനൊക്കെ സീരിയലും ടെലിഫിലിമും ഒക്കെ ചെയ്ത് തുടർച്ചയായിട്ട് 5 വർഷം ഫിലിം ക്രിട്ടിക്സിൻ്റെ മികച്ച സംവിധായകനും മികച്ച സീരിയലിനൊക്കെ ഉള്ളൊരു അവാർഡ് സാറിൻ്റെ കയ്യിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ളൊരു തുടക്കക്കാർക്ക് അതൊരു വലിയ പ്രചോദനമായിരുന്നു. സീരിയൽ ചെയ്യുമ്പോഴും എൻ്റെയും മനസ്സിൽ സിനിമ തന്നെയായിരുന്നു. ആദ്യം ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ റോഷൻ ആൻഡ്രൂസിനെ പോലെ അല്ലെങ്കിൽ ലാലിച്ചേട്ടനെ പോലെയൊക്കെ ഒരു ശ്രീനിവാസൻ തിരക്കഥയിലൂടെ സിനിമയിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം വല്ലാണ്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും ഉയരങ്ങളിൽ നിൽക്കുന്ന, നമുക്ക് സ്വപ്നം കാണാനേ പറ്റുള്ളൂ എന്നറിയാമായിരുന്നിട്ടും അതിനുവേണ്ടി ഒരു ശ്രമം നടത്തി നോക്കി. ആ ശ്രമം എന്നെ ഒരു സ്വന്തം ബ്രദറിനെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ഉർവശി ചേച്ചി, ആക്ട്രസ് ഉർവശി ചേച്ചി. ആ കുടുംബത്തിലെല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ്. അവരുടെ ഒരു ആ കാലത്തിൽ മരിച്ചുപോയ ഒരു ബ്രദറുണ്ട്, അവനെ പോലെയാണ് അവർ എന്നും എന്നെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഉർവശി ചേച്ചിയോടാണ് എൻ്റെ ഈ ആഗ്രഹം പറഞ്ഞത്. ഉർവശി ചേച്ചിയെടുത്ത് ഞാൻ ഈ സീരിയൽ ചെയ്യുമ്പോഴും സിനിമ എന്നുള്ളൊരിത് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ഉർവശി ചേച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, കുറേ ഇടവേളയിലാണ് ഉർവശി ചേച്ചി ഉള്ളത്, എനിക്കും തിരിച്ച് നല്ല ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ട് സിനിമയിലേക്ക് വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമുക്കൊരു കാര്യം ചെയ്യാം, ശ്രീനിയേട്ടനും ഞാനും അഭിനയിക്കുന്ന ഒരു സിനിമ നമുക്ക് പ്ലാൻ ചെയ്യാം. അത് ഞാൻ തന്നെ ശ്രീനിയേട്ടനെ വിളിച്ചിട്ട് അത് കോർഡിനേറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്തായാലും അല്ലാതെ ഞാനൊരു നോർമൽ കേസിൽ ഞാനൊരു സീരിയൽ ചെയ്യുന്ന ഒരാൾ എന്തായാലും ശ്രീനിയേട്ടനിലേക്ക് എത്തില്ല. അങ്ങനെ ചേച്ചി തന്നെ ശ്രീനിയേട്ടനെ വിളിച്ചിട്ട് ഈ കാര്യം പറയുകയും എനിക്ക് നമ്പർ അയച്ചു തന്നിട്ട് ശ്രീനിയേട്ടനെ വിളിക്കാൻ പറയുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വളരെ കാര്യമായിട്ടാണ്, എത്രയോ നാളത്തെ പരിചയമുള്ളതാണ് എൻ്റെ സംസാരിച്ചത്. പൊടിമോള് പറഞ്ഞു അങ്ങനെയാണ്, ഓക്കെ നമുക്ക് കാണാം. പക്ഷേ റൈറ്റ് നൗ എൻ്റെ കയ്യിൽ കഥകളൊന്നുമില്ല, ഞാനും ഉർവശിയായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരു കഥയൊന്നുമില്ല. അത് കാത്തിരുന്ന് കഴിഞ്ഞാൽ സജിയുടെ സ്വപ്നം ഇങ്ങനെ നീണ്ടു പോകുമെന്നൊക്കെ ശ്രീനിയേട്ടൻ പറഞ്ഞു. ഞാനിത് ഉർവശി ചേച്ചിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഉർവശി ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല, കഥയാണല്ലോ പ്രശ്നം, അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉർവശി ചേച്ചി ചെന്നൈയിലാണ്. ഉർവശി ചേച്ചി പറഞ്ഞ ഒരാളുണ്ട്, മലയാളിയല്ല, സാക്ഷാൽ ഉലകനായകൻ കമൽഹാസൻ സാറിന് വേണ്ടിയിട്ട് കമൽ സാറിൻ്റെ ഒരുപാട് സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ക്രേസി മോഹൻ എന്ന് പറഞ്ഞൊരു വലിയ ജീനിയസ്. ശ്രീനിയേട്ടനെ പോലെ തന്നെ അവിടെ അദ്ദേഹം ഒരു ജീനിയസാണ്. പ്രത്യേകിച്ച് തമാശ പടങ്ങൾ എഴുതാൻ തെനാലി, പമ്മൽ കെ സംബന്ധം,
അങ്ങനെ ഒരുപാട് കമൽ സാറിൻ്റെ പടങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതിയ ആളാണ്. അയാളൊരു നല്ല നല്ല ഹ്യൂമർ ക്യാരക്ടേഴ്സ്, ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യും. സജിക്ക് കണ്ടാൽ അറിയാം. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കണക്ട് ചെയ്ത് തരാം. അപ്പോൾ ശ്രീനിയേട്ടൻ്റെ അടുത്ത് ഞാൻ പറയാം ആ കാര്യം. കഥയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് ഒരുപാട് കഥകളുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ കഥകൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. അങ്ങനെ ഉർവശി പറയുകയും ശ്രീനിയേട്ടനത് സമ്മതിക്കുകയും. അപ്പോൾ ഞാൻ അന്ന് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാസത്തിൽ 20 ദിവസം ഷൂട്ട്, 10 ദിവസം ബ്രേക്ക്, അങ്ങനെയാണ്. ഈ 20-ാം ദിവസം ഷൂട്ട് കഴിയുകയും ഞാൻ അതിൻ്റെ അടുത്ത ദിവസം തന്നെ ചെന്നൈയിലേക്ക് പോകും. ശ്രീനിയേട്ടൻ പറഞ്ഞ ഈരാളി എന്ന് പറഞ്ഞ സാറിനൊക്കെ അറിയാം, ഈരാളിയുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അശോക് നഗറിൽ. ശ്രീനിയേട്ടൻ തന്നെ അവിടെ ഏർപ്പാട് ചെയ്തിട്ട് അവിടെ റൂമിൽ ഞാൻ വരുന്നു. ശ്രീനിയേട്ടനും കറക്റ്റ് സമയത്ത് തന്നെ വരും. ഈ പറയുന്ന കമൽ സാറിൻ്റെ റൈറ്ററായിട്ടുള്ള ക്രേസി മോഹൻ സാറും വരും. ഞങ്ങൾ അവിടെ ഇരിക്കും. അങ്ങനെ ഒരു 7 ദിവസം കൃത്യമായും എല്ലാ ദിവസവും ഒരു 4-5 മണിക്കൂർ ഈ കഥകൾ ചർച്ചയാണ്. ആ യാത്ര അവസാനിക്കുമ്പോൾ ഒരു കഥയിലേക്ക് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നെക്സ്റ്റ് മന്ത് എൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള 10 ദിവസത്തിൻ്റെ ബ്രേക്കിൽ വരുമ്പോൾ ഇതിൻ്റെ ഒരു സീൻ ഓർഡറുമായിട്ട് ക്രേസി മോഹൻ സാർ വരാം എന്ന് പറഞ്ഞിട്ട് പിരിയുകയും. അങ്ങനെ ഓരോ മാസവും ഞങ്ങൾ ഈ പറയുന്ന 7 ദിവസങ്ങളായിട്ട് ശ്രീനിയേട്ടൻ കൃത്യമായിട്ട് ഒരു ശ്രീനിയേട്ടനും ആ അസോസിയേഷൻ ഇഷ്ടമായിരുന്നു. കാരണം വേറൊരു തരം റൈറ്ററാണ്. കാരണം പെട്ടെന്ന് ഇങ്ങനെ കഥകൾ വരും. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസവും നമ്മുടെ ഈ സംസാരത്തിനിടയിൽ ക്രേസി മോഹൻ പല പല കഥകൾ പറയും. അപ്പോൾ ഈ ശ്രീനിയേട്ടന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും നല്ലതാണല്ലോ ഈ കഥ, നമുക്ക് ഇത് പിടിച്ചാലെന്തോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ആ യാത്രയിലുള്ള എൻ്റെ അത് അവസാനിക്കുന്നത് പുതിയൊരു കഥ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഈ കഥ വർക്ക് ചെയ്യുന്നു എന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ എൻ്റെ ഷൂട്ടിനിടയിൽ ഇത് ഞാനും മനസ്സിലിടുന്നു, ക്രേസി മോഹൻ സാറും. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷവും 3 മാസവും എടുത്ത് ഞങ്ങൾ ഓരോ മാസവും ഇങ്ങനെ ശ്രീനിയേട്ടൻ വന്നു കഴിഞ്ഞാൽ നേരത്തെ എല്ലാവരും ഇവിടെ പറഞ്ഞതുപോലെ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. 555 സിഗരറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. ആ റൂം മുഴുവൻ പുകയായിരിക്കും. നമുക്കതിനെക്കുറിച്ചൊന്നും പുള്ളിയെടുത്ത് പറയാനോ അങ്ങനെ അതിനുള്ള ഇതൊന്നുമല്ലോ. പക്ഷെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഒരു കൗതുകത്തോടെ. ഒരുപാട് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, സിനിമയുടെ ഒരുപാട് കഥകൾ. എന്നെ സംബന്ധിച്ചുള്ള ആ ഒരു വർഷവും 3 മാസവും ഞാൻ അദ്ദേഹത്തിനെ വെച്ച് സിനിമയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ഒരു ഫീലായിരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കഥകൾ അതിനുശേഷം വൈകുന്നേരം ചിലപ്പോൾ നടക്കാനിറങ്ങുന്നു. ഈ ക്രേസി മോഹൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ നാടകങ്ങൾ ചെയ്യുന്ന ഒരാളും കൂടെ ആയിരുന്നു. ഈ 2 ക്യാരക്ടേഴ്സ് 3 ക്യാരക്ടേഴ്സൊക്കെ ഉള്ള ഈ അമച്ചർ പ്രൊഫഷണൽ അങ്ങനത്തെ പുള്ളി സിനിമ ചെയ്യുമ്പോൾ സിനിമയിൽ ഇത്രയും ഉയരങ്ങളിലെങ്കിലും അതിനകത്തൊരു ക്രേസ് കാണുന്ന ആളാണ്. ചില സമയത്ത് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ നാടകം കാണാൻ ഇദ്ദേഹം എന്നെ ശ്രീനിയേട്ടനെ കൊണ്ടുപോകും. ആ നാടകം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ശ്രീനിയേട്ടൻ പറയും, നമുക്ക് ഇന്ന് കണ്ട ആ മാധു +2 എന്ന് പറഞ്ഞാൽ ആ നാടകമില്ലേ, ഒരാൾക്ക് 2 വൈഫ്, അതിൻ്റെ മുകളത്ത് നില ഒരാൾ, താഴത്തെ നിലയിൽ വേറൊരാളെ താമസിപ്പിക്കുന്നു, നമുക്ക് അത് പിടിച്ചാലോ. അങ്ങനെ വരെ ഓരോ കഥകളും മാറിയ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓക്കെ, നിർഭാഗ്യവശാൽ അതൊന്നും നടന്നിട്ടില്ല. ആ ഒരു ഡിസ്കഷനിൻ്റെ ഇടയിൽ ഒരു ദിവസം ശ്രീനിയേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സജി, ഇന്നലെ എൻ്റെ മനസ്സിലേക്കൊരു കഥ വന്നു. ആ കഥ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് സജിയുടെ അടുത്താണ്. എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയാമെന്ന് വെച്ചിട്ട് പുള്ളി എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു. ഒരാശയം, ഒരു സൂപ്പർ സ്റ്റാർ, മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു ബാർബർ, വളരെ സാധുവായിട്ടുള്ള ജീവിക്കാൻ അധികം വരുമാനമൊന്നുമില്ലാത്ത ഒരു ഫാമിലി, അങ്ങനെയുള്ള ആ ഒരു സൂപ്പർ സ്റ്റാർ ആകാൻ നിമിത്തമായൊരു കൂട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ കടുക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിൽക്കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ ആദ്യമായിട്ട് അന്ന് എൻ്റെ അടുത്ത് ഒന്ന് പറയുമ്പോൾ ഞാൻ സീനയുടെ ഭയങ്കര കൗതുകം ഉണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്റ്റോറിയാണല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ സീനേട്ടൻ പറഞ്ഞു. സീനേട്ടൻ പറഞ്ഞു അതാണ്. എന്നിട്ട് സീനേട്ടൻ തിരിച്ചെൻ്റെ അടുത്ത് ചോദിച്ചു, സജിക്ക് പറയാമോ ഈ ലോകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഏതായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ, എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പൊട്ടത്തരങ്ങളെന്ന് പറഞ്ഞ് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എനിക്ക് തോന്നിയത്. സീനേട്ടൻ പറഞ്ഞു ഇതൊന്നുമല്ല, ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ സൗഹൃദം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനും കുചേലനും തമ്മിലുള്ളതാണ്. ഈ ശ്രീകൃഷ്ണൻ്റെയും കുചേലൻ്റെയും ഈ സൗഹൃദമാണ് എൻ്റെ ഈ കഥ പറയുമ്പോൾ എന്നുള്ള സിനിമയുടെ ഒരു തോട്ടായിട്ട് എനിക്ക് വന്നതെന്ന്. പിന്നീട് പിൽക്കാലത്ത് ഞാൻ ആ സിനിമ പൂർണ്ണമായിട്ട് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നോടായിരുന്നു ആ ത്രെഡ് ആദ്യമായിട്ട് പറഞ്ഞെന്നുള്ളൊരു സുഖം. ഇന്ന് വരെ ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഈ ഇരിക്കുന്ന അമർ, എൻ്റെ ഒരു ബ്രദറിനെ പോലാണ്. അമർ പ്രേം മലയാള സിനിമയിൽ ശ്രീനിയേട്ടനെ വെച്ച് ചെയ്തില്ലെങ്കിലും ശ്രീനിയേട്ടൻ്റെ മക്കളെ 2 പേരെയും വെച്ച് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഇരിക്കുന്നത്. ആരോടും ഞാൻ ഷെയർ ചെയ്യാത്തൊരു കാര്യമാണ്. ഞാനത് എന്നും ഒരു ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിക്കണം. ശ്രീനിയേട്ടൻ ആദ്യമായിട്ട് കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ മെഗാ ഹിറ്റ്, അല്ലെങ്കിൽ പല ഭാഷകളിലത് ഹിന്ദി വരെയും ബില്ലു ബാർബർ എന്ന് പറഞ്ഞിട്ട് പോയ ആ സിനിമയുടെ ആ തോട്ട് ആദ്യമായിട്ട് പറഞ്ഞല്ലോ എന്നുള്ളൊരിത് ഇന്നും ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് സിനിമ എന്തോ ദൈവം അങ്ങനെ ഒരു ഭാഗ്യം തന്നില്ല.
അവരെ മക്കളെ അതിനുശേഷം വീണ്ടും ഞാൻ സീരിയൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ മറ്റൊരു കഥ ആലോചിച്ചു. അത് വിനീത് ശ്രീനിവാസനെ വെച്ചിട്ടായിരുന്നു. വിനീതിനെ പോയി കാണുന്നു. ഇതേപോലെ സീരിയൽ ചെയ്തുകൊണ്ടപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഈ സീരിയൽ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സീരിയലിൻ്റെ ഇടവേളകളിൽ ഒരു 10 ദിവസം ബ്രേക്ക് എടുത്ത് ചെന്നൈയിൽ പോകുന്നു, അങ്ങനെ താമസിക്കുന്നു, അങ്ങനെ ഒരിക്കലും സിനിമ ഉണ്ടാവില്ല. നിങ്ങളിതിനെ, ഞാൻ കണ്ടിന്യൂസ് സീരിയൽ ചെയ്യുന്ന ഒരാളായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രേക്ക് ഇല്ലാതെ സീരിയൽ. നിങ്ങൾ ഈ സീരിയലിന് എന്ന് ബ്രേക്ക് ഇടുന്നോ, ഫുൾ സ്റ്റോപ്പ്, സഡനായിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുന്നോ, അന്നല്ലാതെ നിങ്ങൾക്ക് സിനിമ ചെയ്യാൻ പറ്റില്ലെന്ന് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും കൊളീഗ്സും എല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനമായിട്ട് ഞാനൊരു സീരിയൽ ചെയ്ത് നിർത്തിയിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ സീരിയലിൽ വർക്ക് ചെയ്ത എല്ലാവരും കൂടി ചെന്നൊരു സിനിമ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്ക് വേണ്ടി കഥകൾക്ക് ഇരുന്നിട്ട് ഒരു കഥ റെഡിയായപ്പോൾ അത് വിനീത് ശ്രീനിവാസൻ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ട് ഇതേപോലെ ഉർവശി ചേച്ചിയുടെ അടുത്ത് പറയും, ഉർവശി ചേച്ചിയും കലാരഞ്ജിനി ചേച്ചിയും കൂടെ വിനീതിനെ വിളിച്ച് പറയും. ഞാൻ ചെന്നൈ പോയി വിനീതിനെ കാണുകയും വിനീതിന് ആ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും വിനീത് ആ കഥയെ അടിമുടി മാറ്റുന്ന രീതിയിൽ, അതൊരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയെ അത് നഗരത്തിലേക്ക് മാറ്റുന്ന രീതിയിൽ കുറേ സജഷൻസ് പറയും. ഞാൻ പോകാൻ നേരം എനിക്ക് ഒരു കെട്ട് DVD എടുത്ത് തന്നിട്ട്, ചേട്ടൻ ഇതൊക്കെ ഒന്ന് കാണണം, ഇത് തമിഴിൽ ചെന്നൈ 28 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പടമാണ്, ആ പടമാണ്, ഈ പടം കുറേ ഒരു കെട്ട് DVD എടുത്ത് തരുന്നു, അന്നിറങ്ങിയ ഒരു ഹിന്ദി പടം കാണണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പിന്നെ ഒരുപാട് പ്രാവശ്യം ഈ വിനീതുമായിട്ടുള്ള ഡിസ്കഷൻസ്, ശ്രീനിയേട്ടൻ്റെ നടന്ന പോലെ തന്നെ വിനീതുമായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നു. അവസാനം ഈ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നു. വിനീത് എണീറ്റ് എന്നെ കെട്ടിപ്പിടിക്കുന്നു. ട്രിവാൻഡ്രത്തെ ഫ്ലാറ്റിൽ വെച്ചിട്ട് 4 പ്രാവശ്യം മാറ്റി വിനീത് പറഞ്ഞ രീതിയിൽ എത്തിച്ച്, ചേട്ടാ ഇനി ഒന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാനിതൊന്ന് ഈ സന്തോഷം ഞാനെന്ന് എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞോട്ടെ, ശ്രീനിയേട്ടനെ വിളിച്ച് പറയട്ടെ എന്ന് ചോദിച്ചിട്ട് എനിക്ക് സന്തോഷമായി. കാരണം ഒരു 3 വർഷം മുമ്പ് ശ്രീനിയേട്ടനോടൊപ്പം അത്രയും സ്പെൻഡ് ചെയ്ത് മകനെ അത്രയും സാറ്റിസ്ഫൈ ചെയ്ത്. എനിക്കറിയാം അന്നൊരു സിനിമയെ വിനീത് ചെയ്തിട്ടുള്ളൂ, ഒരേ ഒരു സിനിമ, സൈക്കിൾ. അങ്ങനെ വിനീത് അപ്പം തന്നെ ശ്രീനിയേട്ടനെ വിളിക്കുന്നു. ശ്രീനിയേട്ടൻ്റെ അടുത്ത് ഭയങ്കര ആവേശത്തോടെയൊക്കെ പറഞ്ഞിട്ട് ഫോൺ എൻ്റെ തരാൻ പറയുന്നു. ശ്രീനിയേട്ടൻ ഫോൺ എടുത്തിട്ട് എനിക്ക് ഹലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീനിയേട്ടൻ ആദ്യം തന്നെ എന്നോട് പറഞ്ഞത്, നമ്മളെയൊക്കെ വിട്ട് കൊച്ചു പിള്ളേരെ പിടിച്ചല്ലേ. ഞാൻ പറഞ്ഞു, ശ്രീനിയേട്ടൻ അങ്ങനെയല്ല. അത് പിന്നെ അതങ്ങനെ കുറേ കാലം അങ്ങനെ നടന്നില്ല. പിന്നെ വീണ്ടും സീരിയൽ ചെയ്തു. അത് അവൻ ഭയങ്കര ത്രില്ഡാണ് കേട്ടോ. സജി പറഞ്ഞ കഥയിൽ അവൻ അങ്ങനെ ഒരെണ്ണം ഇഷ്ടപ്പെടില്ല. ഫസ്റ്റ് സിനിമ കഴിഞ്ഞ് അവൻ ഒരുപാട് സിനിമകൾ വന്നിട്ട് ഒന്നും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇത് അവൻ അത്രയും ത്രില്ഡായിട്ട് പറയണമെങ്കിൽ അതെന്തോ കാര്യമുണ്ടല്ലോ, എനിക്കൊന്ന് കേൾക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞാൽ കേൾക്കാം. അങ്ങനെ എന്നാൽ ചെന്നൈയിലേക്ക് വരാൻ പറ്റുമോ? ഞാൻ വരാം. എന്നാൽ അടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടൊന്ന് ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു. ചെല്ലാൻ പറയുന്നു. ഞങ്ങൾ പോകുന്നു. അദ്ദേഹം പറഞ്ഞ ഹോട്ടലിൽ തന്നെ പോകുന്നു. അദ്ദേഹം വരുന്നു, കഥ കേൾക്കുന്നു, ഇഷ്ടപ്പെടുന്നു, കുറച്ച് കറക്ഷൻസ് പറയുന്നു, പോകുന്നു. പിന്നെ അതും നിർഭാഗ്യവശാൽ കുറേ കാലം അങ്ങനെ മാറി പിന്നെ ആ സിനിമ നടന്നില്ല. പക്ഷേ ആ സിനിമ തന്നെയാണ്, അതിലൊരു മാറ്റവും വിനീത് ശ്രീനിവാസൻ പറഞ്ഞ, ശ്രീനിയേട്ടൻ പറഞ്ഞ അതിൽ ഒരു മാറ്റവും വരുത്താതെ തന്നെയാണ് എൻ്റെ ആദ്യ സിനിമയായിട്ടുള്ള ഇവർ വാഹിദരാൽ സംഭവിച്ചത്. അത് ജയസൂര്യ അഭിനയിച്ചു എന്ന് മാത്രം. അന്ന് ശ്രീനിയേട്ടൻ വന്നിറങ്ങിയ കാർ എന്നെ കൊണ്ട് കാണിച്ചു. എന്നിട്ട് ഒരു ബ്ലൂ കളർ മെഴ്സിഡസ് ബെൻസ്. അപ്പോൾ ഞാൻ ബ്ലൂ കളർ ബെൻസ് അങ്ങനെ കണ്ടില്ല. അപ്പോൾ ശ്രീനിയേട്ടൻ പറഞ്ഞു, ഈ ബെൻസ് ഏതെന്നറിയോ? ഞാൻ സജിയോട് ആദ്യം പറഞ്ഞ കഥയില്ലേ, ആദ്യമായിട്ട് കഥ, നമ്മുടെ കഥ പറയുമ്പോൾ അത് ഞാൻ തമിഴിലേക്ക് ചെയ്തപ്പോൾ അത് സൂപ്പർ ഹിറ്റായപ്പോൾ 7 ആർട്സ് വിജയകുമാർ എനിക്ക് മേടിച്ചു തന്ന ബെൻസാണ്. അങ്ങനെ പറയുന്നു, പോകുന്നു. പിന്നെ ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ധ്യാനമായിട്ടും ഈ കുടുംബത്തിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഇതുപോലുള്ള കുറേ ഓർമ്മകൾ നിലനിൽക്കുന്നു. നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ അടുപ്പമുള്ളവരുണ്ടാവാം. ചേട്ടൻ പറഞ്ഞ കണക്ക് ചേട്ടന് പേഴ്സണലി അറിയാം, ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. ഇല്ലാത്തവർക്കും അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെയും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെയും എന്നും ശ്രീനിയേട്ടൻ നമ്മളിൽ ജീവിക്കും. ഈ അക്കാഫ് ഇങ്ങനെ നേരത്തെ മുൻകൈ എടുത്ത് സാറ് പറഞ്ഞ കണക്ക് ഒരുപക്ഷെ കേരളത്തിൽ ഇന്ന് കൊച്ചിയിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും കേരളത്തിന് പുറത്ത് ലോകത്ത് എവിടെയെങ്കിലും ഒരു അനുസ്മരണം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് ഇവിടെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഈ അക്കാഫിൻ്റെ പ്രവർത്തകരോട് ഞാൻ നന്ദി പറയുകയാണ്. അതിലെനിക്കും ഭാഗമാകാൻ പറ്റിയത് ഒരു നിമിത്തമായിട്ട് ഞാൻ കരുതാണ്. ഏതായാലും ഈ വിയോഗം എന്നും അത് ആ കുടുംബത്തോടൊപ്പം അവരുടെ പ്രാർത്ഥനയ്ക്ക്, അവരുടെ ശ്രീനിയേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.